2024 മെയ് 7-ാം തീയതി നടന്നിട്ടുണ്ടായിരുന്ന റോ റിവ്യൂ. ആദ്യം തന്നെ കിങ് ഓഫ് ദി റിംഗിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന മാച്ചായിരുന്നു ജെ ഉസോ വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുണ്ടായിരുന്ന മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൽ ഏറ്റവും അവസാനം ഡ്രൂ മെക്കിൻഡർ ഇന്റർഫിയർ ചെയ്യുകയുണ്ടായി. ജെ ഉസോ തന്നെ ഒരു സ്പിയർ ചെയ്ത് വിജയിച്ചു. പിന്നീട് സിഎം പങ്ക് വരികയുണ്ടായി. ഡ്രൂ മെക്കിൻഡറിനെതിരെ തനിക്ക് ഫൈറ്റ് ചെയ്യണമെന്ന് പറയുകയുണ്ടായി. ക്വീൻ ഓഫ് ദി റിംഗ് ടൂർണമെന്റിൽ ഇയോ സ്കൈ വേഴ്സസ് നതാലിയ തമ്മിലുള്ള ഒരു മാച്ച് നടക്കുകയുണ്ടായി. ഇയോ സ്കൈ ഒരു മൂൺ സോൾട്ട് ചെയ്ത് വിജയിച്ചു. കിങ് ഓഫ് ദി റിംഗിലെ അടുത്ത മാച്ച് റിക്കോഷെ വേഴ്സസ് ഇല്യ ഡ്രാഗനോവ് തമ്മിലുണ്ടായിരുന്ന മാച്ചായിരുന്നു. ഇല്യ ഡ്രാഗനോവ് ഒരു ഡ്രൈവിംഗ് എൽബോ ചെയ്ത് വിജയിച്ചു. ക്വീൻ ഓഫ് ദി റിംഗിലെ അടുത്ത മാച്ച് ഉണ്ടായിരുന്നത് സോയ് സ്റ്റാർക്ക് വേഴ്സസ് ഐവി നൈൽ തമ്മിലുള്ള മാച്ചായിരുന്നു. സോയ് തന്നെ ആ ഒരു മാച്ചിൽ വിജയിച്ചു. ചാഡ് ഗേബിൾ വേഴ്സസ് ബ്രോൺസൺ റീഡ് തമ്മിലുണ്ടായിരുന്ന മാച്ചിൽ സാമി സെയിൻ ഇന്റർഫിയർ ചെയ്യുകയുണ്ടായി. ബ്രോൺസൺ റീഡ് ഏറ്റവും അവസാനം ചാഡ് ഗേബിളിനെയും സാമി സെയിനെയും എടുത്ത് പഞ്ഞിക്കിട്ട് പോവുകയുണ്ടായി. ബെക്കി ലിഞ്ച് വന്നു, ലിവ് മോർഗൻ വന്നു. ലിവ് മോർഗനെ ബെക്കി ലിഞ്ചിനെ എത്രയും പെട്ടെന്ന് ടൈറ്റിൽ മാച്ചിൽ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറയുകയുണ്ടായി. ക്വീൻ ഓഫ് ദി റിംഗ് ടൂർണമെന്റിൽ ലൈറ വാൽക്കേരിയ വേഴ്സസ് ഡക്കോട്ട കൈ തമ്മിലുണ്ടായിരുന്ന മാച്ച് നടക്കുകയുണ്ടായി. ലൈറ തന്നെ ആ ഒരു മാച്ചിൽ വിജയിച്ചു. ഇന്നത്തെ മെയിൻ ഇവന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് കിങ് ഓഫ് ദി റിംഗ് ടൂർണമെന്റിലെ മാച്ച് തന്നെയായിരുന്നു. ഗന്ധർ വേഴ്സസ് ഷെയ്മസ് തമ്മിലുണ്ടായിരുന്ന ഒരു കിടിലൻ മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൽ ഗന്ധർ തന്നെ ഒരു സബ്മിഷൻ മൂവിലൂടെ വിജയിക്കുകയുണ്ടായി. അപ്പോൾ ഇതുപോലെയുള്ള 1 മിനിറ്റ് റിവ്യൂകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.